പറവൂർ താലൂക്ക് ആശുപത്രിയിൽ കേരള ഫ്ലഡ് റീഹാബിലിറ്റേഷൻ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയം, മെറ്റേണിറ്റി കോംപ്ലക്സ്, ഒഫ്താൽമോളജി തിയേറ്റർ വാർഡ്, മെയിൽ മെഡിക്കൽ വാർഡ് എന്നിവയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി. ഡി. സതീശൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കെ. എം. കുട്ടി, മുനിസിപ്പൽ കൗൺസിലർമാരായ ശ്യാമള ഗോവിന്ദൻ, വനജ ശശികുമാർ, സജി നമ്പിയത്ത്, കെ. ഷൈൻ, ഗീതാ ബാബു, ടി. വി. നിതിൻ, ഡി. രാജ്കുമാർ, ജി. ഗിരീഷ്, നഗരസഭാ സെക്രട്ടറി ജോ ഡേവിഡ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ. സക്കീന, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ കെ. ജോൺ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വളരെ സന്തോഷം നൽകിക്കൊണ്ടാണ് 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റുമായി നമ്മുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു വലിയ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ എല്ലാവർക്കും അധികം ജോലി ഭാരമുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. എങ്കിലും അവരെല്ലാം വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. നമ്മുടെ ആശുപത്രിയുടെ ഈ കേരളത്തിലെ നമ്പർ 1 താലൂക്ക് ആശുപത്രിയാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്കുള്ള വലിയ ചുവടുവയ്പ്പിലാണ് ഞങ്ങളെ കൈ പിടിച്ച് ഒരു പുതിയ ചുവടുകൂടിയാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു 5 കോടി രൂപ കൂടി നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ആ 5 കോടി രൂപ കൂടി ആകുമ്പോഴേക്കും ഈ ആശുപത്രിയിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ നിർദ്ദേശം മുനിസിപ്പാലിറ്റിയോടും ആശുപത്രി സൂപ്രണ്ടിനോടും HMCയോടും എല്ലാവരും പഴയ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റും. പഴയ മുഴുവൻ പൊളിച്ചു മാറ്റും. നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ പാർക്കാണ്. പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും എല്ലാം വന്നിരിക്കാൻ പറ്റുന്ന വേറെ എങ്ങും ഇല്ലാത്ത തരത്തിൽ നമുക്കിവിടെ 3 ഏക്കർ സ്ഥലമുണ്ട്. നല്ലൊരു പാർക്ക് ഉണ്ടാകാം തീർച്ചയായും. ഇപ്പം എല്ലാ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ചുവന്ന ബിൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ചില ചാനലുകൾ കേരളത്തിലെ ആശുപത്രികളെ കുറിച്ച് പഠനം. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇതൊന്നും കാണിച്ചു കൊടുക്കില്ല. ഈ ചുവന്ന നമുക്ക് ഉപയോഗിക്കാത്ത ബിൽഡിംഗ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ ചോദിച്ചതിന് അടിയിൽ പോയിട്ട് വിഷ്വൽ കാണിച്ചിട്ട് പറയും. എന്നിട്ട് അവസാനം പറയും ഇത് പ്രതിപക്ഷ നിയമനത്തിൽ ആശുപത്രി അതൊന്ന് പൊളിച്ച് എത്രയും പെട്ടെന്ന് പഴയ കെട്ടിടം മാറ്റി തന്ന വലിയ സന്തോഷമാണ്. ഞാൻ കുറെ നാളായി പറയാം. ആവശ്യമില്ലത് നമ്മൾ ഉപയോഗിക്കുന്നതല്ല, ഉപയോഗിക്കുന്നത് നമ്മൾ കളയണ്ട, ഉപയോഗിക്കുന്ന ഒരെണ്ണം പോലെ കളയണ്ട. ഉപയോഗിക്കാത്ത മുഴുവൻ ഒന്ന് പൊളിച്ച് നീക്കുന്നത് അത്ര സ്പേസ് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറിയതോടുകൂടി ഈ പഴയ ആവശ്യമില്ലാത്ത മുഴുവൻ നമുക്ക് പൊളിച്ചു മാറ്റി ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ തീരുമാനിച്ച പോസ്റ്റ്പോർട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഒരുപാട് പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എല്ലാമായെങ്കിലും അത് ഭംഗിയായി പൂർത്തിയാക്കിയ പോസ്റ്റ്പോർട്ടിനോടുകൂടിയുള്ള പ്രത്യേക നന്ദി പറയുന്നു. മുന്നിട്ടിറങ്ങിയ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, സഹപ്രവർത്തകർ, ഭരണസമിതി അംഗങ്ങൾ, സൂപ്രണ്ട്, നേരത്തെ പറഞ്ഞ എൻ്റെ കോൺഫിഡൻ്റാണ്, ഞാൻ വലിയ ഫ്രണ്ടാണ്. അവരുടെ നേതൃത്വത്തിൽ വളരെ ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി ഒരു ടീമായി എല്ലാവരും കൂടി ഒരുമിച്ച് നീക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. HMCയുടെ ഭാഗത്ത് സന്തോഷത്തിനോട് വലിയ സഹായമാണ്. HMC എല്ലാവരും ആലോചിച്ച് പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏറ്റവും ഭംഗിയാക്കി നമ്മുടെ ആശുപത്രിയെ മാറ്റാൻ പറ്റും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുതിയ സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി.